കാര്യം പ്രഭുവിന്റെ മക്കളിലുണ്ടായിരുന്നു ഒരുപാട് പേരെ ഞാൻ കാലിബ്രേഷൻ കാണുന്നു ഇപ്പോഴാണ് ഒരുപാട് സന്തോഷങ്ങൾ വരാൻ സാധിച്ചത്. ലാറ്റോമാറ്റിന് തുറന്ന സമയം പോലെ സജീവനെ പറ്റി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്തതും എന്നാൽ പറയപ്പെടേണ്ടതും ആയിട്ടുള്ള കാര്യമാണ്. ഇതിനൊരു വിഷയം തിരഞ്ഞെടുക്കുകയും ഇതൊരു സിനിമയാക്കുകയും ചെയ്യുന്ന സജീവനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുന്നത്. അതോടൊപ്പം നല്ല ഗംഭീര പെർഫോമൻസസും ഒക്കെ ഉണ്ടായിരുന്ന സിനിമയിൽ എല്ലാവരും അടിപൊളിയായിട്ടുള്ള സിനിമ. ഞാൻ സിനിമ തുടങ്ങി കുറച്ച് സമയം ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷേ ടൂൾസ് എൻ്റെ നമുക്ക് ഭയങ്കര കൃത്യമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ആ ഒരു ലിസ്റ്റ് തന്നെയാണ്. എൻ ക്രെഡിറ്റ്സിന് പകരം ആ ലിസ്റ്റ് വരുന്നത് തന്നെയാണ് നമ്മൾ ഏറ്റവും പേടിപ്പിക്കുന്ന, അതായത് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം. ഇങ്ങനൊരു വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ ഉള്ള ഒരു ധൈര്യവും അതിനുള്ള എഫേർട്ടും കാണിച്ച സജീവനും ടീമിനും എല്ലാവരുടെ ആശംസകളും കുറെ കൊല്ലങ്ങളായിട്ട് മിമിക്രി വേദികളിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് മിക്കപ്പോഴും എല്ലാ സിനിമകളിലും നമ്മളെ കാസ്റ്റ് ചെയ്യുമ്പോൾ തമാശ നിറഞ്ഞ വേഷങ്ങളായിരിക്കും വെച്ചിട്ട്. ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകനൊക്കെ ഒരു റിസ്ക് എടുക്കുമ്പോഴാണ് പുതിയ ഒരു നടൻ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന നടന്മാരിൽ നിന്ന് അവരുടെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഇതിലെ സൈമൺ എന്ന് പറയുന്ന കഥാപാത്രം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു കഥാപാത്രമാണ്. അത് നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഷൂട്ടിംഗ് ആയിരുന്നു. അതുകൂടി ഞങ്ങൾ 5 പേര് മെയിനായിട്ട് നിൽക്കുന്നവരും പിന്നെ വളരെ എന്താ പറയുക വലിയൊരു ക്രൂ ആയിട്ടൊന്നും അല്ല നമ്മൾ ചെയ്തത്. പക്ഷെ അതൊന്നും അല്ല, അതിൻ്റെയൊക്കെ വലിയ ഭംഗി ഇതിനകത്ത് കാണാനുണ്ട്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കത് ആദ്യം നന്ദി പറയേണ്ടത് സുനീഷ് വാരനാട് എന്ന് പറയുന്ന മിമിക്രി കലാകാരനും തിരക്കഥാകൃത്തുമൊക്കെ ആയ ഒരു വ്യക്തിയോടാണ്. കാരണം ഇങ്ങനെയൊരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ എൻ്റെ പേര് അത് നസീർക്കെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞത് സുനീഷ് വാരനാടാണ്. അങ്ങനെയാണ് ടി അരുൺകുമാർ മുഖേന ഞങ്ങളിങ്ങനെ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെ നമ്മളെ മാറി നിന്ന് നമുക്ക് നല്ലത് വരാനും നമ്മളിങ്ങനെയൊക്കെ കാണാനും ആഗ്രഹിക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കളാണ്, നല്ല ബന്ധങ്ങളാണ് നമ്മുടെ വിജയരഹസ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരുപടി നന്ദി രേഖപ്പെടുത്തുകയാണ്. സജീവനും എല്ലാവർക്കും. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ടെക്നീഷ്യന്മാരെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്ത നടന്മാരല്ലാത്തവരെയൊക്കെ നമുക്ക് പിന്നീട് എന്താ പറയുക സിനിമയുടെ ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എല്ലാവരെയും കാണാം. നമ്മുടെ ടെക്നീഷ്യന്മാരൊക്കെ തന്നെ അവിടെ ഇവിടെയൊക്കെ ചില ക്യാരക്ടറുകളായിട്ട് അവിടെ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെയും കൂടെ ഒരു സമ്പന്നമാണ് ഞാൻ നോക്കുമ്പോൾ ഈ സിനിമ. അതായത് ഇവിടെയൊക്കെ എല്ലാ ബോധങ്ങളും അങ്ങനെ തന്നെ. എന്തായാലും ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. മനസ്സ് നിറഞ്ഞ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ടൊബീനോ വന്നപ്പോഴാണ് ഇവിടെ ഒരു സ്റ്റാർഡമായിരുന്നു, കളർഫുൾ ആയിരുന്നു അല്ലേ? താങ്ക് യു എല്ലാവർക്കും കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹലോ, ബ്രിട്ടീഷ് സിറ്റിസൺ അല്ല, PR ഉണ്ടെന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് സിറ്റിസൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് വിച്ച് സോ റെലവൻറ്റ് ടു ദ കറന്റ് പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, ആ ഒരു കഥയിലെ ആ വർക്കിൽ ഒരു പാട്ടാവാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് സജീവനെ വർഷങ്ങളായിട്ട് അറിയാം. വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. നാഷണൽ അസോസിയേഷനിൽ ഞങ്ങൾ ഒരുപാട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്ന് ഐ തിങ്ക് അതൊരു ഭയങ്കര ഒരു ആക്സിഡൻ്റൽ ആയിരുന്നു. പക്ഷേ എന്തായാലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ നസീർ സാറ്, ജോയ് സാറ്, ശ്രീജിത്ത് സാറിനോട് ഒക്കെ ഒപ്പം തന്നെ അഭിനയിക്കാൻ പറ്റിയതിനൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് നമ്മൾ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും പീപ്പിൾ ഹാവ് ബീൻ സോ കൈൻഡ് ടു മീ. അത് ഞാൻ ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ വിചാരിക്കുന്നു. പിന്നെ എല്ലാ ക്രൂവും ഭയങ്കര ഒരു സ്നേഹവും സപ്പോർട്ടും ആയിരുന്നു. സോ മോർ ഓർ ലെസ് വെരി ഹാപ്പി. നിങ്ങൾക്ക് എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല, പക്ഷേ അത്രയൊക്കെ പറയാറുള്ളൂ. താങ്ക് യു സോ മച്ച് സജീവ. നസീർ ദിവസം മുമ്പ് പറഞ്ഞു സിനിമയുടെ കാര്യം. ഡൽഹിയിലെ പ്രദർശനം പോയപ്പോഴും
വലിയ ആഗ്രഹം ഞാനങ്ങോട്ട് പ്രകടിപ്പിച്ചിരുന്നു എപ്പോഴെങ്കിലും വിളിക്കണമെന്ന്. അപ്പം അങ്ങനെയാണ് ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായത്. തീർച്ചയായിട്ടും ലൈഫിൽ വല്ലപ്പോഴൊക്കെ കാണാൻ കിട്ടുന്നൊരു അവസരമാണ് എന്ന് തന്നെ പറയണം. കമേഴ്ഷ്യൽ സിനിമകളുടെ ഇടയിൽ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടി മാത്രം വരുന്ന ചിത്രങ്ങൾക്കിടയിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. തീർച്ചയായിട്ടും അതിന് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ ഒരു ധൈര്യം അത് തന്നെയാണ്. വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സീരിയസ് വിഷയം പറയാൻ മനസ്സ് കാണിച്ച അല്ലെങ്കിൽ സഭയിലും മുന്നോട്ട് വന്ന ഡയറക്ടർക്കും ബാക്കി എല്ലാ വലിയ പ്രവർത്തകരും എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ആശംസ. താങ്ക് യു.